അനലറ്റിസിറ്റിയും മറ്റും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്കിന്ന് എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാം? നമുക്കിന്ന് പ്രോബ്ലംസ് ചെയ്യാം. Show that the complex function f of z is equal to 2x square plus y plus I into y square minus x is not analytic at any point എന്നാണ് തെളിയിക്കേണ്ടത്. So as we have the function f of z is equal to 2x square plus y and I into y square minus x, നമുക്കറിയാവുന്ന കാര്യം എന്തായിരുന്നു? u of x, y എന്ന് പറയുന്നത് ആരാണ്? u of x, y എന്ന് പറയുന്നത് 2x square plus y ആണ്. and we have v of x, y എന്ന് പറയുന്നത് ആരാണ്? v of x, y is equal to y square minus x ആണ് എന്നറിയാം. അപ്പോൾ ഈ രണ്ട് പുള്ളിക്കാരന്മാരും ആരാണ്? ഇവർ രണ്ടുപേരും റിയൽ ഫംഗ്ഷനുകളാണ് അല്ലേ? ആസ് they are real function, they will satisfy CR equation. CR equation satisfy ചെയ്യും. റിയൽ ഫങ്ഷൻസ് ആണ്, കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാം അല്ലേ? സോറി, റിയൽ ഫങ്ഷൻസ് ആണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആസ് they are real functions, are real functions ആയതുകൊണ്ട് അവരെന്താണെന്ന് പറയാം? നമുക്ക് കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ഇനി എന്താ നമ്മൾ പറയേണ്ടത്? റിയൽ ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇനി തെളിയിക്കേണ്ടത്? ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെയാണെന്ന് അറിയണം. അവർ കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് കൂടെ നോക്കണം. എന്താണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ വരിക? യുനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് അവിടെ എന്താ വരിക? 4x എന്ന് വരും. ശരിയല്ലേ? യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് പാർഷ്യൽ ഡെറിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സംശയമില്ലല്ലോ? ഇല്ല. ഇനി വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്താൽ -1 കിട്ടും. വിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേഷൻ ചെയ്താൽ എന്താ കിട്ടും? വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ആണ് വരിക അല്ലേ? വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണ സമയത്ത് 0 വരും. ഇനി ഇവര് എല്ലാവരും എന്താ? ഇത് കണ്ടാൽ തന്നെ അറിയാം, 4x, -1, 1, 2y ഇതെല്ലാം റിയൽ ഫങ്ഷൻസ് ആണ് അല്ലേ? സോ അവരൊക്കെ എന്താണ് നമുക്ക് പറയാം? കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാധിക്കില്ലേ? അവരെല്ലാം കണ്ടിന്യൂസ് ആണ്. ഇനി എന്താ നമ്മൾ പറയണ്ടേ? ഇനി എന്താ തെളിയിക്കണ്ടേ? ഇനി CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കണം അല്ലേ? ഏതായിരുന്നു CR ഇക്വേഷൻ? CR ഇക്വേഷൻസ് എന്തായിരുന്നു? കോഷി-റീമാൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞതായിരുന്നു. എന്താണ്? യുനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേഷൻ ചെയ്തത് എന്തിന് ഈക്വൽ ആയിരിക്കണം? വിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേഷൻ ചെയ്തതിന് ഈക്വൽ ആയിരിക്കണം. യുനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേഷൻ ചെയ്തത് നെഗറ്റീവ് ഓഫ് വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കണം. അതാണ് എന്ത്? CR ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് പ്രകാരം നമുക്ക് എന്താ എഴുതാൻ പറ്റുക? ux എന്ന് പറയുന്ന ആൾ ആരാ? 4x ആണ്. ഈക്വൽ ടു 4y എന്ന് പറയുന്നത് ആരാ? 2y. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. uy എന്താ നോക്കുക? uy ആരാ? 1 ആണ്. ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് vy ആരാ? vx ആരാ? -1 ആണ്. ആൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് വാലിഡ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. 1 is equal to -1 എന്ന്, നെഗറ്റീവ് ഓഫ് -1 എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ ഇനി ഇവിടെ നോക്കേണ്ടത് ux ഈക്വൽ ടു vy ആകുന്ന കണ്ടീഷനിൽ ഈ പുള്ളിക്കാരൻ എന്തായിരിക്കും? അനലറ്റിക് ആയിരിക്കും എന്നാണ് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 4x ഈക്വൽ ടു 2y എന്ന് പറയണത് ഇറ്റ് ഈസ് ആക്ച്വലി ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ അല്ലേ? ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരു വരയിൽ അനലറ്റിസിറ്റിയുടെ ഡെഫിനേഷൻ പ്രകാരം ഇഫ് ഐ കൺസിഡർ എ പോയിന്റ് സെറ്റ് നോട്ട് ആസ് എ സെന്റർ, ഞാനൊരു ഡെൽറ്റ നൈബർഹുഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അവിടെ പറയണത്? ആ സെറ്റ് നോട്ടിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയാൽ പോരാ, എല്ലാ പോയിന്റിലും ആ പുള്ളിക്കാരൻ എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 4x ഈക്വൽ ടു 2y എന്ന് വരുന്ന ഒരു ലൈനിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ആവുന്നുള്ളൂ എന്നാ പറയുന്നത്. അതിന് ഞാനൊരു നൈബർഹുഡ് കൺസിഡർ ചെയ്താൽ ആ നൈബർഹുഡിലെ ബാക്കിയുള്ള പോയിന്റുകളിൽ ഒന്നും എന്തല്ല? അത് ഡിഫറൻഷ്യബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരന് എന്താ അല്ല CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ CR ഇക്വേഷൻ. അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ എന്തല്ല? നോട്ട് അനലറ്റിക്
അനലറ്റിക് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ പുള്ളിക്കാരൻ എന്തല്ല, അനലറ്റിക് അല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ലേ?